ഞങ്ങൾ നിൽക്കുന്നത് ഓണവുമായി നേരിട്ട് ബന്ധമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ്. അതായത് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഓണാഘോഷങ്ങളും ഓണം സ്പെഷ്യൽ പൂജകളും ഉണ്ടാകും. പക്ഷേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് വാമനമൂർത്തിയുടേതായ ക്ഷേത്രമാണ്. ഒപ്പം തന്നെ ഇവിടെ മഹാദേവ ക്ഷേത്രവുമുണ്ട്. തൃക്കാക്കര എന്ന പേരിന് തിരുക്കാൽക്കര എന്നായിരുന്നു ആദ്യം. അതിനുശേഷമാണ് തൃക്കാക്കരയായത്. അതായത് വാമനമൂർത്തി മഹാബലിയുടെ തലയിൽ കാല് വെച്ച ആ തിരുക്കാൽക്കര എന്നതിൽ നിന്നാണ് ഇത് ലോപിച്ച് തൃക്കാക്കരയായതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഉറങ്ങുന്ന ഈ ഒരു വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ. അതെ അതെ, ക്രിസ്റ്റീന സൂചിപ്പിച്ചു അതിന്റെ ഐതിഹ്യവും അതിന്റെ സവിശേഷതകളും ഒക്കെ, അതിന്റെ പ്രാധാന്യമൊക്കെ. ഓണവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ രാവിലെ മുതൽ നമ്മളൊരു 5:50 സമയത്ത് ഇവിടെ എത്തി. ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ആളുകളാണ്. ഇനി ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10:30 നടക്കുന്ന തിരുവോണ സദ്യയാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പേർ ഇവിടേക്ക് എത്തും. സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെത്തും. ഈ ഭക്തജന തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ വരുമ്പോൾ ഒരു ചെറിയ ക്യൂ ആയിരുന്നു. പിന്നീട് ആ ക്യൂ ഇങ്ങനെ വളർന്ന് ആ നിര ഈ അമ്പലത്തിന് ചുറ്റുമായി. ഓരോരുത്തരും എത്രയോ സന്തോഷത്തോടുകൂടിയാണ് ഭക്തിയോടുകൂടിയാണ് ഇവിടെ വരുന്നത്. വന്നതിന് ശേഷം ആ ഒരു ദർശനത്തിന് ശേഷം അവർ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ചിലരൊന്നും മടങ്ങുന്നില്ല, ഓണസദ്യ ഇവിടെ തന്നെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ അമൽ സുരേന്ദ്രൻ പുള്ളുവൻ പാട്ടിനെ പറ്റി പറയുന്നുണ്ട്. അമൽ ഇങ്ങോട്ട് വന്നേ. അമലിന് നേരിട്ട് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം. കൃഷ്ണ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സർപ്പാരാധന, പ്രധാനമായും സർപ്പാരാധന ഉണ്ടാകും. അപ്പൊ ഇന്ന് ഇവിടെ ഉത്സവമാണ്. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഇവിടെ ഒരു ചേച്ചി, ഒരു പുള്ളുവപ്പാട്ട് കലാകാരി വന്നിട്ടുണ്ട്. അപ്പൊ അവര് നമുക്ക് വേണ്ടി ഒരു പുള്ളുവപ്പാട്ട് പാടുമെന്നാണ് പറഞ്ഞത്. കൃഷ്ണ ചേച്ചി എന്താ അവരോട് പറയാനുള്ളത്? ചേച്ചി ആദ്യം തിരുവോണാശംസകൾ. തിരുവോണാശംസകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഓണാശംസ പറഞ്ഞു. ഓണാശംസകൾ എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും. അപ്പൊ ഈ പുള്ളുവൻ പാട്ട് നമുക്ക് ഒന്ന് പാടാൻ പറ്റുമോ? മോക്കടെ പേരുന്നാളും. എന്റെ പേര് ക്രിസ്റ്റീന പുണർദം. ക്രിസ്റ്റീന എന്നുള്ള പേരായ സന്തതിക്ക് വേണ്ടി ധനത്തിനു വേണ്ടി ദോഷങ്ങളൊഴിക ദുരിതങ്ങൾ മാറുക, ശത്രുദോഷം കഴിച്ച് സമ്പത്തും കീകുക, കണ്ണിൽ നിന്ന് പെണ്ണ മഹാവ്യാധികൾ മാറ്റുക, പുഷ്ടങ്ങളിനമാവ്യാധികൾ മാറ്റുക, മണ്ണാരശാല വാഴും നാഗരാജാവേ വേളോറത്തെ തഴകിയ നാഥയക്ഷയമ്മ തൃക്കാക്കരയപ്പനിലെ അമരുന്ന സർപ്പമേ സർപ്പദോഷം പിന്നെയൊഴിക സന്തതിക്ക് സന്തതേതനവുമായി രക്ഷിച്ചോ വാഴുക, കനിവെങ്കിലുണ്ടാകണേ ശിവനേ നാരായണ നാഗരാജാന്റെ തിരുകടയിൽ വാഴിച്ച് സർപ്പദോഷം പിന്നെയൊഴിക സന്തതിക്ക്. അപ്പൊ ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ പേര് അംബിക. അപ്പൊ അംബിക ചേച്ചി നമുക്ക് വേണ്ടി ആ പുള്ളൂർ പാട്ട് പാടിത്തന്നു. ഒരുപാട് സന്തോഷം. 24ന്റെ പ്രേക്ഷകർക്കും സന്തോഷമായി എന്ന് കരുതുന്നു. എന്തായാലും എനിക്ക് സ്പെഷ്യൽ സന്തോഷം. എന്റെ പേര് പറഞ്ഞിട്ടാണ് ഒരു പാട്ട് പാടിയത്. എന്താ പാടിയതെന്നറിയോ? എനിക്ക് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകണമെന്നല്ലേ, എല്ലാ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കണേന്ന്. അപ്പൊ പ്രീജിത്തിനെയും രക്ഷിക്കും.